നിലവിൽ കുറുവാ സംഘം എന്ന മോഷണ സംഘം ആലപ്പുഴയിൽ മോഷണം നടത്തുന്ന സംശയം മാത്രമാണ്. അത് കുറുവാ സംഘമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ അടുപ്പിച്ച് മോഷണങ്ങൾ ആലപ്പുഴയിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മൊത്തം രീതി വെച്ചിട്ട് ഈ തിരുട്ട് ഗ്രാമങ്ങളിലെ കുറുവാ സംഘമാണ് എന്നൊരു വിലയത്തിലേക്ക് എത്തുകയും അതിന് പിന്നാലെയാണ് കൊച്ചിയിൽ നിന്ന് 3 പേരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തത്. അതിലൊരാളാണ് ഓടിപ്പോയത്. അയാളെ കിട്ടിയെന്നാണ് പറയുന്നത്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി തുടരുന്നത്. വിഷ്ണു, ഇപ്പോൾ കാര്യത്തിൽ ഇതിപ്പോൾ എവിടെ എത്തി? പാലത്തിനടുത്ത് തന്നെയാണോ? ഓടിപ്പോയ ആളെ കിട്ടിയത്. ഇപ്പോൾ പാലത്തിനടുത്ത് തന്നെ പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു. ആ പ്രതിയാണ് ഇപ്പോൾ പിടിച്ചത്. അദ്ദേഹത്തിന് പോലീസ് എടുത്തത്. അപ്പോൾ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ നോക്കുകയാണ്. ആ പ്രതിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ പിടിക്കുന്നു. ഇതൊക്കെ സിമ്പിൾ അല്ലേ? പോട്ടെ നോക്കട്ടെ. പ്രതിയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതാ ആ പ്രദേശത്ത് നിന്ന് തന്നെയായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ആദ്യം വൈകാതെ പോലീസ് അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രതിയെ. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലും മറ്റുമുള്ളത് ഇനിയിപ്പോൾ ആലപ്പുഴയിൽ ചെന്നിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു വലിയ പോലീസ് സന്നാഹം ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്നു. 50ഓളം പേരടങ്ങുന്ന പോലീസാണ് ഇവിടെ കുണ്ടന്നൂർ പാലത്തിന് താഴെ ഈ തോടിനോട് ചേർന്ന് പരിശോധന നടത്തി വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ദൂരം പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയായിരുന്നു പോലീസ് ആദ്യം തൊട്ട് പറയുന്നത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലായിരുന്നു ഇപ്പോൾ പോലീസ് ഈ പ്രതിയെ പിടികൂടിയത്. കൈവിലങ്ങ് വെച്ച അയാളെ പോലീസ് പിടികൂടി. നേരത്തെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് ജീപ്പിൽ കയറ്റുമ്പോൾ ജീപ്പിന്റെ ഡോർ തുറന്ന് സ്ത്രീകളടക്കമുള്ള സഹായിച്ചു. അങ്ങനെ അയാൾ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് വിശദീകരിച്ചത്. കുണ്ടന്നൂർ പാലത്തിന് താഴെ ഒരു സംഘമുണ്ട്, ഒരു നാടോടി സംഘമുണ്ട്. പോലീസ് എത്തിയെന്ന് വേണം. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. സോറി. പിടിച്ചു. പിന്നെ ബാക്കി പത്രസമ്മേളനം നടത്തും. SP സാർ പറയും. കൂടുതൽ പ്രതികരിക്കാൻ ഇപ്പോൾ പോലീസ് ഓഫീസർമാർ തയ്യാറാവുന്നില്ല. ഏതായാലും ഡിവൈഎസ്പിയും അതുപോലെ തന്നെ അന്വേഷണത്തിന്റെ ഈ സംഘത്തിനെ അന്വേഷിച്ചു വന്ന അന്വേഷണ ചുമതലയുള്ള മണ്ണഞ്ചേരി CIയും ഈ സംഘത്തോടൊപ്പം തന്നെ ഇവിടെ തമ്പടിച്ചായിരുന്നു ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. സ്കൂബ ടീം അടക്കമുള്ളവർ ഇവിടെ എത്തി ഈ തോട്ടിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ട് അവിടെ പരിശോധന നടത്തിയിരുന്നു. ഏതായാലും ആ പ്രദേശത്ത് നിന്ന് ഒട്ടും മാറാത്ത പോലീസ് എവിടെയാണോ തെരച്ചിൽ നടത്തിയത് ആ ഭാഗത്ത് നിന്നുമായിരുന്നു ഇപ്പോൾ പ്രതിയെ കിട്ടിയത്. സന്തോഷിനെ ഇപ്പോൾ ഇവിടെ നിന്ന് ജീപ്പിൽ കയറ്റി പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി കൂടുതൽ വിശദാംശങ്ങൾ ഇത്തരത്തിൽ അവരുടെ ചോദ്യം ചെയ്യലിന് ശേഷമാകും കിട്ടുക. അവിടെ നിന്നായിരിക്കും ഈ കുറുവാ സംഘമായിട്ടുള്ള ബന്ധവും അത്തരത്തിലുള്ള കാര്യങ്ങളിലും കൂടുതൽ സ്ഥിരീകരണം ലഭിക്കുക. ഏതായാലും ഇത്തരത്തിൽ ചാടിപ്പോകാനുള്ളൊരു സാധ്യതയെല്ലാം ഉള്ളതുകൊണ്ട് അത് ഒരു അത്യന്തം നാടകീയമായ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.